നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 24 ന്യൂസിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. പിണറായി സർക്കാരിന്റെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയുണ്ടായ ജനാധിപത്യ വിരുദ്ധ ചെയ്തികൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചതിനെതിരെയാണ് 24 ചാനലിലെ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ സൈബർ ഭീഷണി മുഴക്കുന്നത്. ചാനൽ ചർച്ചയിൽ CPM പ്രതിനിധികൾക്കും മുഖ്യമന്ത്രിക്കുമെതിരെയും കടുത്ത ചോദ്യങ്ങൾ ഉയർത്തുന്ന ഹാഷ്മിക്കെതിരെ നൂറുകണക്കിന് ഭീഷണി കോളുകളാണ് വിവിധ തലങ്ങളിൽ നിന്ന് എത്തുന്നത്. നവകേരള ബസിന് നേർക്കുള്ള യൂത്ത് കോൺഗ്രസുകാരുടെ ഷൂയേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 24 റിപ്പോർട്ടർക്കെതിരായി സൈബർ ആക്രമണം തുടരുന്നതിനിടെയാണ് ക്രിസ്മസ് തലേന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഫോണിലേക്ക് കൂടുതൽ ഭീഷണി ഫോണുകൾ എത്തിയത്. കോമ്രേഡ്സ് PJ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇറച്ചിയിൽ മണ്ണുപറ്റും എന്ന കൊലവിളി സന്ദേശവും ഹാഷ്മിക്ക് ലഭിച്ചിരിക്കുകയാണ്. CPMന്റെ പല ഫേസ്ബുക്ക് പേജുകളിലും പോരാളി ഷാജിയുടെ FB പേജിലും അടക്കം ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഫോൺ നമ്പർ പ്രചരിപ്പിച്ചാണ് ഭീഷണി പ്രവഹിക്കുന്നത്. തെറിവിളിയും കൊലവിളിയും അടങ്ങുന്ന സന്ദേശങ്ങളാണ് ഫോണിലേക്ക് വരുന്നത്. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസുകാരുടെ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 ന്യൂസ് ചാനൽ പ്രതിനിധി ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് വിവാദമായിരുന്നു. ഇതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചാനൽ പ്രതിനിധിയെയും കേസെടുത്തത് എന്നാണ് പോലീസിന്റെ അവകാശവാദം. എന്നാൽ ചാനൽ അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയും ചെയ്യുന്നു. സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിക്കുകയും FIR റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ 24 ന്യൂസ് ചാനലിനെതിരെ സൈബർ സഖാക്കൾ കൂട്ടത്തോടെ തിരിഞ്ഞിട്ടുമുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 24 എൻകൗണ്ടറിൽ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം പഞ്ച് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് അദ്ദേഹവും നോട്ടപ്പുള്ളിയായത്. മഹാരാജാവെ, നിങ്ങൾ പട്ടാപ്പകലും നഗ്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഹാഷ്മിയുടെ ഇൻട്രോ. ഈ ഇൻട്രോ സൈബറിടത്തിൽ വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തു. ഇതോടെയാണ് ഇടതു സൈബർ കേന്ദ്രങ്ങൾ ഹാഷ്മിക്കെതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ ഹാഷ്മിയെ കൊല്ലുമെന്ന ഭീഷണി പോലും സൈബറിടത്തിലൂടെ ലഭിച്ചുവെന്നാണ് ഹാഷ്മി ചാനൽ പരിപാടിക്കിടെ വ്യക്തമാക്കിയത്. കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും ഹാഷ്മി പറയുന്നു. ക്രിസ്മസ് തലേന്ന് ഫോണിലേക്ക് വന്ന നൂറുകണക്കിന് ഭീഷണി ഫോൺ കോളുകളും എത്തിയെന്നാണ് ഹാഷ്മി വെളിപ്പെടുത്തിയത്. ഇക്കൂട്ടത്തിലാണ് വധഭീഷണിയും എത്തിയത്. കോമ്രേഡ്സ് PJ കണ്ണൂർ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇറച്ചിയിൽ മണ്ണുപറ്റും എന്നുള്ള കൊലവിളി സന്ദേശവും ഹാഷ്മിക്ക് വന്നിരിക്കുകയാണ്. ഇക്കാര്യം ഹാഷ്മി തന്നെയാണ് വെളിപ്പെടുത്തിയത്. CPIM ഇടവണ്ണ ലോക്കൽ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഫോൺ നമ്പർ പ്രചരിപ്പിച്ചാണ് തനിക്ക് നേരെയുള്ള ഭീഷണിയുടെ തുടക്കമെന്നും അദ്ദേഹം പറയുന്നു. നൌഷാദ് എന്നയാളാണ് നമ്പർ പ്രചരിപ്പിച്ചത്. 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്നതായിരുന്നു നമ്പറിനൊപ്പമുള്ള പോസ്റ്റ്. പിന്നാലെ നൂറുകണക്കിന് ഭീഷണി കോളുകൾ അർദ്ധരാത്രിയോടെ ഫോണിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴും കോളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവതാരകൻ പറയുന്നു. CPIM സൈബർ പോരാളികളുടെ നേതൃത്വത്തിലുള്ള പോരാളി ഷാജി എന്ന FB പേജിലും ഫോൺ നമ്പർ പ്രചരിക്കുന്നുണ്ട്. തെറിവിളിയും കൊലവിളിയും അടങ്ങുന്ന സന്ദേശങ്ങളാണ് ഫോണിലേക്ക് വരുന്നതെന്നുമാണ് ഹാഷ്മി പറയുന്നത്.